ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഓപ്പൺ ചെയ്യാൻ പോകുന്ന ഒരു ബ്രെഡ് മേക്ക് ചെയ്യണ മെഷീനാണ്. ഇത് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. ഇതിൻ്റെ ഒരു മൂവ് ചെയ്യുന്ന ഓപ്പൺ ചെയ്യാൻ ഇത് വിഷമം. ഇങ്ങനെ ഒരു കവർ ഇതിങ്ങനെ കിട്ടുക. അതിൻ്റെ ഉള്ളിൽ ഇതാ ഹീറ്റ് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നത്. ഞാനിത് മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ഇതിൻ്റെ ഹീറ്റ് ചെയ്യുന്നില്ല. ഇതിങ്ങനെ ചെയ്തിട്ട് ഇതിൻ്റെ പുറവ് മുഴുവൻ ഞാൻ ലോക്കാണ് മുഴുവൻ. ഞാൻ ഇത് 6 സ്ക്രൂ അഴിച്ച് കഴിഞ്ഞുണ്ടല്ലോ, 6 സ്ക്രൂ അഴിച്ച് കഴിഞ്ഞിട്ട് ഇതിന് ലോക്കാണിത് മുഴുവനും. ലോക്ക് ഇതുപോലെ നമ്മൾ ആദ്യമേ കുത്തിയെടുക്കണം. ഫുൾ ലോക്കാണ്. ഇവിടെ നിന്ന് ഇത് കണ്ടു, ഇതാണ് അതിൻ്റെ ബോർഡുകളെല്ലാം. ഇതിനകത്ത് ഇതുണ്ട്, ഇതതിൻ്റെ ഒരു ബോർഡ്. ഇതാണ് ഇതിൻ്റെ മോട്ടറും. ഇതാണ് ഇതിൻ്റെ ഈ മോട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്യും, ഡയറക്റ്റായിട്ട് വർക്ക് ചെയ്യും. അതിൻ്റെ അകത്ത് റിലേ ആണ്. ഇതിവിടെ ഈ റിലേ വഴിയാണത് വർക്ക് ചെയ്യും. ഇത് ഹീറ്റർ. ഇന്നലെ ഞാനിത് അഴിച്ച് മൊത്തം നോക്കിയിട്ട് ഇതിൻ്റെ ഇവിടുത്തെ ഒരു ഡയോഡുണ്ട്. ആ ഡയോഡ് പോയിട്ട് ഞാനിപ്പം ഒരു പുതിയ ഡയോഡ് വേറെണ്ണം വെച്ചിട്ടുണ്ട്. അതപ്പോൾ ചെറുതായി ഹീറ്റ് ആകുന്നുണ്ട്. ഇനി ഇതെല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടൊന്ന് ഓണാക്കി. നേരത്തെ ഇത് ഒട്ടും ഹീറ്റിംഗ് ഇല്ലായിരുന്നു. ഇതിൻ്റെ ഹീറ്റർ വർക്ക് ചെയ്യല, പക്ഷെ മോട്ടർ വർക്ക് ചെയ്യും. മോട്ടർ വർക്ക് ചെയ്യണ കാരണം അവർ ഹീറ്റിംഗ് ഇല്ലാത്തതുകൊണ്ട് കളഞ്ഞാന്ന് തോന്നുന്നു. ഈ സാധനം ബ്രെഡ് ഉണ്ടാക്കണം. ബ്രെഡ് ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഓരോ ഇതിപ്പോൾ കറണ്ട് കുത്തുവാണെങ്കിലുണ്ടല്ലോ, ഈ മോട്ടർ വർക്ക് ചെയ്യും. ബോർഡുള്ളതാണ്. ഇത് ബോർഡ് കൊടുക്കണം. എൻ്റെ ബോർഡോട് എടുത്തുകൊണ്ട് വരാം. ഈ ബോർഡ് ഓക്കെ പോവാണോ? ഓക്കെ. ചെറിയ പരിപാടിയാ. ഇത് എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നതാണ്. ഞാൻ ഇത് ഓണാക്കി കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഇത് ഓണായി. പിന്നെ ഇത് നമ്മൾ ഇത് വർക്ക് ചെയ്യും. കണ്ടോ? മോട്ടർ കറങ്ങണുണ്ടോ? അങ്ങനെയാണ് വർക്ക് ചെയ്യണം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ കിട്ടും. അത് കഴിഞ്ഞാൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഇതിൻ്റെ അകത്ത് കിടന്ന് ഉണ്ട്. ഓക്കെ, ഇതാണ് ബ്രെഡ് മേക്ക് ചെയ്യണ മെഷീൻ. ഓക്കെ, ഇതിങ്ങനെ ഓരോ പൊസിഷനാക്കാം. ഇത് ഓഫായി. നമ്മൾ ഒന്നുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ ഓണാവും. ഓക്കെ, ഇതൊക്കെ എന്തെങ്കിലും ചെറിയ പ്രോബ്ലം ഉണ്ടായിരിക്കും, അഴിച്ച് നമ്മൾ ശരിയാക്കാവുന്ന കേസുണ്ട് ഇതൊക്കെ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.